പിന്നെ നമ്മളിവിടെ ഇങ്ങനെ നിന്നാലെങ്ങനെ? ബാംഗ്ലൂർ പോകണ്ടേ? അതിന് കൈ കാശ് വേണ്ടേ? ആ, നീ ഒരു കാര്യം ചെയ്യും, പാടിയന്തരോട് ഒരു 10,000 രൂപ കടം വാങ്ങി. എനിക്ക് ചോദിക്കാൻ നാണം. അതെന്താ? പണ്ട് ഞാൻ കുറച്ച് പണം വാങ്ങിയത് ഇതുവരെ തിരിച്ചു കൊടുത്തിട്ടില്ല. അല്ല, അതവൻ മറന്നു കാണും. ഞാൻ ഇച്ചിരി പണം വാങ്ങിച്ചു തരാം, പക്ഷെ ഒറ്റയ്ക്കങ്ങ് പോയാ മതി. അപ്പൊ നീ? ഞാൻ ഇവിടെ നിൽക്കും. കുഷിയും കൊണ്ടോ? പിന്നെ അല്ലാണ്ട്. ഇവിടെ ബാലനും ഇന്ദുവും തമ്മിൽ ഇച്ചിരി പിണക്കത്തില. നമ്മുടെ മോള് അതറിഞ്ഞു പെരുമാറിയാൽ ഒത്തു കിട്ടിയ നല്ല കോള. കണ്ടോ കണ്ടോ, ഉഷമോള് ബാലനുമായി സംസാരിക്കുന്നത് കണ്ടോ? എന്ത് വാടി അവളവനോട് ഇത്രയേറെ പറയുന്നത്? പറയേണ്ടതൊക്കെ അവൾ പറഞ്ഞോളൂ. ആ, നിന്റെ മോളല്ലേ, താറാവിന്റെ കുഞ്ഞിനെ നീന്താൻ പഠിപ്പിക്കണ്ടല്ലോ. എടാ, അകത്ത് പോയി 2 കസേര എടുത്തോണ്ട് ഇവിടെ പറഞ്ഞു കേട്ടില്ലേ? അതേ എന്റെ പണിയല്ല. ആഹാ, നിനക്ക് അത്രയ്ക്ക് അഹങ്കാരമോ? ഞാൻ ഇപ്പൊ തന്നെ ബാലനോട് പറഞ്ഞ് നിന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുപിടി. അവനോട് സംസാരിക്കുന്നത് സൂക്ഷിച്ചു വേണം. പഴയ കുലപ്പുള്ളിയാ, 2 എണ്ണത്തിനെ തട്ടിയവനാ. 3ാമത്തേൽ നോക്കി നടക്കുക. കേട്ടോ പാലേട്ടാ, ഞാൻ കോളേജ് ബ്യൂട്ടി ആയിരുന്നു. എനിക്ക് ഒരുപാട് ആരാധകരുണ്ടായിരുന്നു. യെസ്, കുറെ പേർ എനിക്ക് ലവ് ലെറ്റേഴ്സ് തന്നിട്ടുണ്ട്. അവരോടൊക്കെ ഞാൻ എന്താ പറഞ്ഞെന്നറിയാമോ? എല്ലാവർക്കും ഓരോ ചാൻസ് കൊടുക്കാമെന്ന് പറഞ്ഞു കാണും. കളിയാക്കാതെ പാലേട്ടാ, ഞാൻ അത്രയ്ക്ക് ചീപ്പാണോ? ഏയ് നെവർ. ഞാൻ വെറുതെ തമാശ പറഞ്ഞതല്ലേ. എല്ലാത്തിനും ഞാൻ വരട്ടി. എങ്ങനെ? എന്റെ കസിൻ ഒരു DSP ഉണ്ടെന്നും പറഞ്ഞ്. കേട്ടോ പാലേട്ടാ, ഈ പുരുഷന്മാരോട് സംസാരിക്കാൻ എനിക്ക് പേടിയായിരുന്നു. പക്ഷേ ബാലേട്ടനുമായി പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോ എന്റെ പേടിയെല്ലാം പോയി. യു ആർ റിയലി ഗ്രേറ്റ് ആൻഡ് നൈസ്.